ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് രത്നാവലിയുടെ കഥയാണ്. രത്നാവലി ഒരു പുരാതന സംസ്കൃത നാടകമാണ്. ഇത് 7-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന ഹർഷൻ എന്ന ചക്രവർത്തി എഴുതിയതാണ്. ഇതിലെ നായികയാണ് രത്നാവലി. രത്നാവലിയുടെ കഥയാണിത്. രത്നാവലി സിംഹള രാജകുമാരിയായിരുന്നു. അവളുടെ പിതാവിൻ്റെ പേര് വിക്രമഭാനു എന്നായിരുന്നു. അദ്ദേഹം സിംഹള രാജാവായിരുന്നു. കൗസംബയിലെ രാജാവായ ഉദയനനുമായിട്ട് പിതാവ് രത്നാവലിയുടെ വിവാഹം തീരുമാനിച്ചു. കൗസംബയിലെ മന്ത്രിയായ യൗഗന്ധരായണനും ഈ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തു. വിവാഹ നിശ്ചയത്തിന് ശേഷം യൗഗന്ധരായണൻ തിരിച്ചുപോയി. സിംഹള രാജാവായ വിക്രമഭാനു തൻ്റെ പ്രിയപ്പെട്ട മകളെ ഒരു വലിയ ആഡംബര കപ്പലിൽ കൗസംബയിലേക്ക് അയച്ചു. അവിടെ ചെന്നിട്ട് വേണം വിവാഹം നടക്കാൻ. അസംഖ്യം പരിചാരകർക്കൊപ്പം തൻ്റെ മന്ത്രിയായ ബഭ്രവ്യനെ കൂടി വിക്രമഭാനു രാജാവ് തൻ്റെ മകൾക്കൊപ്പം അയച്ചു. അങ്ങനെ കപ്പലിൽ ഇവരെല്ലാവരും കൂടി കൗസംബയിലേക്ക് പോവുകയായിരുന്നു. മന്ത്രിയായ ബഭ്രവ്യൻ വളരെയധികം ചിന്താധീനനായിട്ട് കാണപ്പെട്ടു. അതിനൊരു കാരണമുണ്ടായിരുന്നു. കൗസംബയിലെ മന്ത്രിയായ, അതായത് ഉദയന രാജാവിൻ്റെ മന്ത്രിയായ യൗഗന്ധരായനാണ് ഈ വിവാഹാലോചന മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് വിക്രമഭാനു രാജാവ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അതിനൊരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. വിക്രമഭാനു രാജാവിൻ്റെ സഹോദരപുത്രിയായ വാസവദത്തയായിരുന്നു ഈ ഉദയന രാജാവിൻ്റെ ആദ്യ ഭാര്യ. അവർ തമ്മിൽ വളരെ മനോഹരമായൊരു ദാമ്പത്യമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അതിസുന്ദരനായ ഉദയനനും അതിസുന്ദരിയായ വാസവദത്തയും വിഷ്ണുവും ലക്ഷ്മിയും പോലെയായിരുന്നു. അവർ വളരെ സ്നേഹത്തോടെ കഴിയായിരുന്നു. പക്ഷെ ഒരു തീപിടുത്തത്തിൽ വാസവദത്ത മരിച്ചുപോയി. തൻ്റെ സഹോദരപുത്രിയായ വാസവദത്തയോട് ഈ വിക്രമഭാനു രാജാവിന് അതിയായ സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മരണത്താൽ ഒറ്റപ്പെട്ടു പോയ ഉദയന രാജാവിനോട് അദ്ദേഹത്തിന് വളരെയധികം സഹതാപം തോന്നുകയും തൻ്റെ മകളായ രത്നാവലിയെ ഉദയനന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് രത്നാവലിക്കും അറിയാം. രത്നാവലിക്ക് ഉദയന രാജാവിനെ പറ്റിയും വാസവദത്ത എന്ന തൻ്റെ സഹോദരിയെപ്പറ്റിയും ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവൾ കണ്ടിട്ടില്ല. ഈ കൗസംബി എന്ന് പറയുന്ന രാജ്യം വളരെ ദൂരെയാണ്. ഭാവി വരനായ ഉദയനെ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെ സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ് രത്നാവലി. അതേസമയം ഈ മന്ത്രിയുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ വാസവദത്ത മരിച്ചിട്ടില്ല. വാസവദത്ത ജീവനോടെ ഉണ്ട്. രത്നാവലി കൗസംബിയിൽ ചെന്ന് ഇറങ്ങുമ്പോഴാണ് വാസവദത്ത ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ പോകുന്നത് തന്നെ. മാത്രമല്ല, ഈ വിവാഹാലോചനയെപ്പറ്റി വാസവദത്തയോ ഉദയനനോ അറിഞ്ഞിട്ടില്ല. യൗഗന്ധരായണൻ എന്ന മന്ത്രി മാത്രമാണ് ഈ വിവാഹാലോചനയുമായിട്ട് സിംഹളത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ കഥയൊന്നും അറിയാതെയാണ് പാവം രത്നാവലി ഉദയന മഹാരാജാവിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് കപ്പലിൽ യാത്ര ചെയ്യുന്നത്. സിംഹള രാജ്യവും കൗസംബി രാജ്യവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ വേണ്ടിയാണ് യൗഗന്ധരായണൻ ഇത്തരമൊരു വിവാഹാലോചന കൊണ്ടുവന്നത് എന്നാണ് ബഭ്രവ്യൻ്റെ ചിന്ത. അതും വിചാരിച്ച് എങ്ങനെയാണ് അവിടെ എത്തുമ്പോൾ രാജകുമാരിയോട് ഇക്കാര്യം അവതരിപ്പിക്കുക എന്നാലോചിച്ച് ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഈ കപ്പൽ കാറ്റിൽ ആടി ഉലഞ്ഞ് കൗസംബിയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. 2-3 ദിവസത്തെ യാത്ര വളരെ സുഗമമായിരുന്നെങ്കിലും പിന്നീട് വലിയൊരു കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കപ്പൽ ആടി ഉലയുകയും ഒരു പാറയിൽ തട്ടി ചിന്ന ഭിന്നമായി പോവുകയും ചെയ്തു. വെള്ളത്തിൽ വീണുപോയ രത്നാവലി ഒരു വിധത്തിൽ നീന്തി വലിയൊരു തടിക്കഷ്ണത്തിൽ പിടിച്ച് പൊങ്ങിക്കിടന്നു. അവൾ അങ്ങനെ കിടക്കുമ്പോൾ ദൂരെ കൂടി ഒരു വലിയ കപ്പൽ പോകുന്നത് കണ്ടു. തൻ്റെ ഉത്തരിയെ മൂരി വീശി അവൾ ആ കപ്പലിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അങ്ങനെ ആ കപ്പൽ അടുത്ത് വരികയും വെള്ളത്തിൽ കിടന്നിരുന്ന രത്നാവലിയെ രക്ഷിച്ച് കപ്പലിൽ കയറ്റുകയും ചെയ്തു. അതൊരു കച്ചവടക്കാരുടെ കപ്പലായിരുന്നു. കൗസംബിയിലേക്ക് തന്നെ പോകുന്ന ഒരു കച്ചവട കപ്പലായിരുന്നു അത്. ആ കപ്പലിലെ കപ്പിത്താൻ രത്നാവലിയോട് ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ രത്നാവലി ഒരക്ഷരം പോലും മിണ്ടിയില്ല. കാരണം ഈ കപ്പൽ എങ്ങനെയുള്ളതാണ്, ഇതെങ്ങോട്ട് പോവുകയാണ്, ഇതിലുള്ള ആൾക്കാരെങ്ങനെയുള്ളതാണെന്നൊന്നും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. മാത്രമല്ല, താൻ സിംഹള രാജാവിൻ്റെ മകളാണ് എന്ന് പറയുകയാണെങ്കിൽ ഇവരെങ്ങനെ എടുക്കും, തന്നെ വിശ്വസിക്കുമോ, തന്നെ കൊള്ളയടിക്കുമോ, അതോ തന്നെ ഒരു ഭ്രാന്തിയായിട്ട് കണക്കാക്കുമോ എന്നൊന്നും അറിയാതിരുന്ന രത്നാവലി പൂർണ്ണമായിട്ടും നിശബ്ദത പാലിക്കാൻ തീരുമാനിച്ചു. എന്നാൽ രത്നാവലിയുടെ കഴുത്തിൽ കിടന്നിരുന്ന വിലപിടിപ്പുള്ള മാല കണ്ട ഈ കപ്പിത്താന് ഇവളൊരു സാധാരണക്കാരിയായ യുവതിയല്ല എന്നും ഏതോ രാജകുടുംബത്തിൽപ്പെട്ടവളാണെന്നും തോന്നി. മാത്രമല്ല, അവൾക്ക് ഈ അപകടം മൂലം ഓർമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിക്കാണും, അതുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്നാണ് അദ്ദേഹം കരുതിയത്. എന്തായാലും ഇവളെ കൊണ്ട് അദ്ദേഹം കൗസംബിയിൽ തന്നെ എത്തിച്ചേർന്നു. കൗസംബിയിലെത്തിയ ഈ കച്ചവടക്കാരൻ രത്നാവലിയെ അവിടുത്തെ മന്ത്രിയായ യൗഗന്ധരായൻ്റെ അടുത്ത് തന്നെയാണ് കൊണ്ടുവന്നത്.
യൗഗന്ധരായനോട് കടലിൽ മറിഞ്ഞ ഒരു കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് തങ്ങളുടെ കപ്പലിൽ അഭയം പ്രാപിച്ച ഒരു പെൺകുട്ടിയാണ് ഇതെന്നും ഇവൾ എവിടുത്തുകാരിയാണെന്ന് അറിയുകയില്ല എന്നും ഈ കച്ചവടക്കാരൻ പറഞ്ഞു. പക്ഷേ ഈ കപ്പൽ മറിഞ്ഞ വാർത്ത നേരത്തെ യൗഗന്ധരായൻ അറിഞ്ഞിരുന്നു. മാത്രമല്ല ഈ കഴുത്തിൽ കിടന്ന മാല കൂടി കണ്ടതോടെ ഇത് മറ്റാരുമല്ല രത്നാവലിയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ രത്നാവലിയോട് ഇക്കാര്യം തൽക്കാലം പറയേണ്ടതില്ല എന്നും യൗഗന്ധരായനും തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം അവളെയും കൊണ്ട് വാസവദത്ത എന്ന രാജ്ഞിയുടെ അടുത്തേക്ക് തന്നെ ചെന്നു. താൻ എത്തിയത് കൗസുംബിയിലാണെന്നോ താൻ ചെല്ലുന്നത് തൻ്റെ സഹോദരിയായ വാസവദത്തയുടെ അടുത്തേക്കാണെന്നോ ഒന്നും ഈ രത്നാവലിക്ക് അറിഞ്ഞുകൂടായിരുന്നു. രത്നാവലി രാജ്ഞിയുടെ അടുത്തെത്തി. എന്നിട്ട് യൗഗന്ധരായനൻ രാജ്ഞിയോട് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു പെൺകുട്ടിയാണെന്നും അവളുടെ പേര് സാഗരിക എന്നാണെന്നും പറഞ്ഞു. തൽക്കാലം അവൾക്ക് ജീവിക്കാൻ ഒരു ജോലി കൊടുക്കണമെന്നും പറഞ്ഞു. വാസവദത്ത നോക്കിയപ്പോൾ അതീവ സുന്ദരിയായ പെൺകുട്ടിയാണ് ഈ സാഗരിക. അവളെ തൻ്റെ ഭർത്താവ് കാണാനിടയായാൽ അവളോട് സ്നേഹം തോന്നുമോ എന്ന് വാസവദത്തയ്ക്ക് ആശങ്ക തോന്നി. അതുകൊണ്ട് തൻ്റെ ഭർത്താവ് ഒരിക്കലും കാണാനിടയില്ലാത്ത ഒരു സ്ഥലത്ത് ഇവളെ താമസിപ്പിക്കണം എന്ന് വാസവദത്ത തീരുമാനിച്ചു. ഈ വാസവദത്തയ്ക്ക് സംസാരിക്കുന്ന ഒരു തത്തയുണ്ടായിരുന്നു. ആ തത്തയുടെ പേര് മേധാവിനി എന്നായിരുന്നു. മേധാവിനിയെ നോക്കാനും പരിചരിക്കാനും വേണ്ടിയിട്ട് വാസവദത്ത ഈ സാഗരികയെ നിയമിച്ചു. അങ്ങനെ സാഗരിക എന്ന പേരിൽ രത്നാവലി ഈ പക്ഷിയെ നോക്കിക്കൊണ്ട് അതിനെ പരിചരിച്ചുകൊണ്ടും ജീവിച്ചു. ഇടയ്ക്കിടയ്ക്ക് പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുകയും അതിനെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുകൊണ്ട് രത്നാവലിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാനേ പറ്റുമായിരുന്നില്ല. ഈ തത്തയെ കൊട്ടാരത്തിനോട് ചേർന്നുള്ളൊരു ചെറിയ മുറിയിലായിരുന്നു കൂട്ടിലിട്ട് വളർത്തിയിരുന്നത്. ആ കൂടിനടുത്ത് നിന്ന് അവൾക്കധികം പുറത്തേക്കൊന്നും പോകാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ രാജ്യത്തെ ഉത്സവമായ മദനോത്സവം വന്നു. അപ്പോൾ അന്തഃപുരത്തിലെ സ്ത്രീകളെല്ലാവരും കൂടി ഈ മദനോത്സവത്തിന് രാജ്ഞി മദനദേവനെ പൂജിക്കാനായിട്ട് തോട്ടത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് രത്നാവലി കേട്ടു. രത്നാവലിക്കും ഈ പൂജയിലും പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുക്കണം എന്ന ആഗ്രഹം തോന്നി. അവൾ അപ്പോൾ ഉദയന രാജാവിനെ മറന്നിട്ടില്ലായിരുന്നു. താൻ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും തൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ഉദയന രാജാവിനെ കണ്ടെത്താനാവും എന്ന പ്രതീക്ഷയിൽ കഴിയുകയായിരുന്നു രത്നാവലി. അതുകൊണ്ട് തന്നെ ഈ പൂജയിൽ പോയി പങ്കെടുത്ത് തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് രത്നാവലിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് രത്നാവലി ആ കൊട്ടാരത്തിലെ ഒരു തോഴിയോട് തനിക്കും കൂടി ഈ പൂജയ്ക്ക് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അവിടെ സുസംഗത എന്ന പേരായ വളരെ സ്നേഹമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. അവൾ ഈ സാഗരികയുമായിട്ട് വളരെയധികം സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ സുസംഗത പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് നേരത്തേക്ക് പക്ഷിയെ നോക്കാം, നീ മറ്റാരും അറിയാതെ തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നോളൂ. അങ്ങനെ രാജ്ഞി അറിയാതെ രാജ്ഞിക്ക് കുറച്ച് പിന്നിലായിട്ട് സാഗരിക കുറച്ച് പൂക്കളും എടുത്തുകൊണ്ട് തോട്ടത്തിലേക്ക് പോയി. രാജ്ഞിയുടെ പൂജ കഴിഞ്ഞിട്ട് അവിടെ ഒരു കാമദേവൻ്റെ വിഗ്രഹമുണ്ട്, മദനദേവൻ്റെ വിഗ്രഹമുണ്ട്. അവിടെ പൂജ നടത്തിയിട്ട് തിരിച്ചു വരാമെന്നാണ് ഇവൾ കരുതിയത്. അങ്ങനെ സാഗരിക എന്ന പേരുള്ള നമ്മുടെ രത്നാവലി പൂക്കളുമായിട്ട് രാജ്ഞി നടക്കുന്നതിന് കുറേ പിന്നിലായിട്ട് നടന്ന് പോവുകയായിരുന്നു. ഈ കൗസുംബിയിലെ ഏറ്റവും വലിയ ഉത്സവമായിരുന്നു മദനോത്സവം. ജനങ്ങൾ തെരുവിലിറങ്ങി ഉത്സവം ആഘോഷിക്കുകയായിരുന്നു. പരസ്പരം നിറങ്ങൾ വാരിപ്പൂശിയും ഉല്ലസിച്ചും ഒക്കെ ആൾക്കാർ സന്തോഷിച്ച് നടക്കുകയായിരുന്നു. രാജാവായ ഉദയനൻ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് ജനങ്ങളുടെ ആഘോഷങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കൊട്ടാരത്തിലെ വിദൂഷകനായ വസന്തകനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് രാജ്ഞിയുടെ ഒരു സന്ദേശം അവിടെ എത്തിയത്. രാജ്ഞിയുടെ സന്ദേശം രാജാവിനോട് രാജ്ഞി മദന പൂജ നടത്തുന്ന തോട്ടത്തിലേക്ക് ഉടൻ തന്നെ എത്തണം എന്ന് ആവശ്യപ്പെടുന്നതായിരുന്നു. തൻ്റെ വിദൂഷകനും സുഹൃത്തുമായ വസന്തകനോടൊപ്പം രാജാവ് അങ്ങനെ ഈ തോട്ടത്തിലേക്ക് പോയി. ഈ തോട്ടം വളരെ മനോഹരമായ നിറയെ പൂക്കൾ നിറഞ്ഞ മണ്ണിൻ്റെ മൂളൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നായിരുന്നു. ഈ ശബ്ദങ്ങൾക്കൊപ്പം ഈ സുന്ദരിമാരായ സ്ത്രീകളുടെ കൊലുസിൻ്റെ ശബ്ദം കൂടെ കേട്ടപ്പോൾ അത് വളരെ ആസ്വാദ്യകരമായിട്ട് രാജാവിന് തോന്നി. അദ്ദേഹം അങ്ങനെ ഈ ശബ്ദങ്ങളും ഭംഗിയുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് തോട്ടത്തിലൂടെ നടന്നു. ഈ സമയത്ത് വാസവദത്ത വലിയൊരു അശോക മരത്തിൻ്റെ ചുവട്ടിലെത്തുകയും നിറയെ പൂത്തു നിൽക്കുന്ന ഈ അശോക മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പൂജ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്ത് തനിക്ക് പിന്നാലെ നടന്നു വരുന്ന സാഗരികയെ അവർ കണ്ടു. അവർക്കിതൊട്ടും രസിച്ചില്ല. കാരണം രാജാവ് ഉടൻ തന്നെ തോട്ടത്തിലെത്തുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. രാജാവും സാഗരികയും തമ്മിൽ കാണാനിടയാവരുത് എന്ന ആഗ്രഹത്താൽ രാജ്ഞി സാഗരികയെ ശകാരിക്കുകയും
ആ പൂക്കൾ ഇവിടെ തന്നിട്ട് ഉടൻ തന്നെ തൻ്റെ വളർത്തു തത്തയുടെ അടുത്തേക്ക് പൊയ്ക്കൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ആജ്ഞയും രാജ്ഞിയുടെ മുഖഭാവവും കണ്ടതോടെ രാജ്ഞിക്ക് താനിവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയ സാഗരിക ഉടൻ തന്നെ അവിടുന്ന് തിരിച്ചുപോയി. എന്നാൽ തോട്ടത്തിന് പുറത്ത് പോയതുമില്ല. രാജ്ഞി പൂജ കഴിഞ്ഞ് പോയതിന് ശേഷം മറ്റാരും അറിയാതെ പൂജ നടത്താം എന്നാണ് അവൾ കരുതിയത്. അതല്ലെങ്കിൽ മരത്തിന് മറഞ്ഞു നിന്നുകൊണ്ട് മദനദേവനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒന്ന് പൂജിച്ചിട്ട് തോട്ടത്തിൽ നിന്ന് പുറത്തു പോകാം. ഈ വിചാരത്തോടെ സാഗരിക ഒരു മരത്തിന് മറഞ്ഞു നിന്നു. അപ്പോഴാണ് രാജാവ് അങ്ങോട്ട് വരുന്നത് അവൾ കണ്ടത്. ഇത്ര സുന്ദരനായ ഒരു പുരുഷനെ അതിനു മുമ്പ് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഉദയന രാജാവിനെ കണ്ട വാസവദത്ത അദ്ദേഹത്തെ വിളിച്ച് ഒരു പീഠത്തിലിരുത്തി പൂജിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന സാഗരിക വിചാരിച്ചത് ഈ രാജ്യത്ത് മദനദേവൻ നേരിട്ടിറങ്ങി വന്ന് പൂജ സ്വീകരിക്കാറുണ്ട് എന്നാണ്. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും മദനദേവൻ്റെ വിഗ്രഹത്തിലാണ് പൂജ നടത്തുന്നത്. ഇവിടെ നോക്കുമ്പോൾ മദനദേവൻ ജീവനോടെ ഇരിക്കുന്നു. മരത്തിന് മറഞ്ഞു നിന്ന് അവളും പൂക്കൾ പറിച്ച് ആ സുന്ദരനായ പുരുഷൻ മദനദേവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് താൻ വേഗം ഉദയന രാജാവിനോട് ചേരാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂക്കൾ അർച്ചിച്ചു. അപ്പോഴാണ് കുറച്ച് ദൂരെ നിന്നിരുന്ന സേവകന്മാർ ഉദയന രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറയുന്നത് അവൾ കേട്ടത്. ഇത് കേട്ട രത്നാവലി സ്തബ്ധയായിപ്പോയി. താൻ നിൽക്കുന്നത് കൗസുംബിയിലാണെന്നും തൻ്റെ മുന്നിൽ നിൽക്കുന്നത് താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഉദയനാണെന്നും തൻ്റെ സഹോദരിയായ വാസവദത്ത മരിച്ചിട്ടില്ലെന്നും ഒക്കെ ആ ഒറ്റ നിമിഷം കൊണ്ട് അവൾക്ക് മനസ്സിലായി. സാഗരിക എന്ന പേരിലുള്ള രത്നാവലി ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് തോട്ടത്തിൽ നിന്ന് താൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. താൻ മദനൻ എന്ന് കരുതി ആരാധിച്ചത് ഉദയന മഹാരാജാവിനെയാണ് എന്ന ചിന്ത സാഗരികയെ വേട്ടയാടി. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ മുഖം അവളുടെ ഉള്ളിൽ നിന്ന് പോകുന്നതേ ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിനെ അവൾക്ക് ഒറ്റ നോട്ടമേ കാണാൻ പറ്റിയിരുന്നുള്ളൂ. വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചിത്രം വരച്ച് അതെപ്പോഴും കാണണം എന്ന് രത്നാവലി ആഗ്രഹിച്ചു. പൂക്കളുടെയും പഴങ്ങളുടെയൊക്കെ കുറച്ച് ചാറുകൾ ശേഖരിച്ച് അവൾ രാജാവിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ തീരുമാനിച്ചു. മറ്റാരും അറിയാതെ ഒരു മുറിയിലിരുന്നുകൊണ്ട് അവൾ ഉദയന മഹാരാജാവിനെ വരച്ചു ചേർത്തു. അപ്പോൾ അവളുടെ സുഹൃത്തായ സുസംഗത അവിടെ വന്നു. സുസംഗത വന്നത് സാഗരിക അറിഞ്ഞിരുന്നില്ല. സാഗരികയുടെ പിന്നിൽ നിന്നുകൊണ്ട് സുസംഗത അവൾ രാജാവിൻ്റെ ചിത്രം വരയ്ക്കുന്നത് കാണുകയും സാഗരികയെ ഇതാരാണ് എന്ന് ചോദിക്കുകയും ചെയ്തു. താൻ വരയ്ക്കുന്നത് രാജാവിനെയാണ് എന്ന് പറയാൻ മടിയുണ്ടായിരുന്ന സാഗരിക താൻ വരച്ചത് മദനദേവനെയാണെന്നും മദനോത്സവത്തിൽ മദനദേവനെ പൂജിക്കാൻ കഴിയാത്തതിനാൽ താൻ അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ച് പൂജിക്കാം എന്ന് വിചാരിച്ചതാണെന്നും പറഞ്ഞു. അപ്പോൾ ഈ തോഴി പറഞ്ഞു, മദനദേവനെ രതിദേവിയോടൊപ്പം അല്ലാതെ വരയ്ക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ ചിത്രത്തിൽ രതിദേവിയെ കൂടി വരച്ചാലേ ചിത്രം പൂർണ്ണമാവുകയുള്ളൂ. ഇതും പറഞ്ഞുകൊണ്ട് സുസംഗത ആ ചിത്രം തൻ്റെ കയ്യിലെടുക്കുകയും ആ ചിത്രത്തോട് ചേർത്ത് സാഗരികയുടെ ചിത്രം വരച്ച് ചേർക്കുകയും ചെയ്തു. അങ്ങനെ രാജാവായ ഉദയനനും രത്നാവലിയും ചേർന്നിരിക്കുന്ന ഒരു ചിത്രം പൂർത്തിയായി. എന്നാൽ ഈ ചിത്രം ആരെങ്കിലും കണ്ടാൽ ഇത് വളരെയധികം പ്രശ്നമാകും എന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവർ ഈ ചിത്രം ഒളിച്ചു വെച്ചു. തൻ്റെ രഹസ്യം സുസംഗത മനസ്സിലാക്കി എന്ന് സാഗരികയ്ക്ക് മനസ്സിലായി. സാഗരികയ്ക്ക് ഉദയരാജാവിനോട് വളരെയധികം സ്നേഹമുണ്ട് എന്നുള്ള കാര്യം സുസംഗതയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു. എന്നാൽ ഈ സംസാരം മറ്റാരും അറിയരുത്, ഇത് രഹസ്യമായിട്ട് വെക്കണം എന്ന് ഇവർ പറയുമ്പോൾ തന്നെ സുസംഗത പറഞ്ഞു, നോക്കൂ, ഇവിടെ മറ്റ് മനുഷ്യരാരുമില്ലെങ്കിലും മറ്റൊരാളുണ്ട്. അത് ഈ സംസാരിക്കുന്ന കിളിയാണ്. ഇത് എന്ത് കേട്ടാലും അതുപോലെ പറയാൻ മിടുക്കിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ കാട്ടിൽ നിന്ന് ഒരു കുരങ്ങൻ ഇറങ്ങി വരികയും ഇവരെ ആക്രമിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും പേടിച്ച് തോട്ടത്തിലേക്ക് ഓടിപ്പോയി. ആ സമയത്ത് ഈ കുരങ്ങൻ ഈ കൂട് തുറന്ന് ഈ പക്ഷിയെ പറത്തിവിട്ടു. പേടിച്ചു പോയ പക്ഷി ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു. തോട്ടത്തിലേക്ക് ഓടിപ്പോയ സാഗരിക നോക്കുമ്പോൾ തന്നെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന മേധാവിനി എന്ന പക്ഷി പറന്നു പോകുന്നത് കണ്ടു. ഇവർ രണ്ടുപേരും കൂടെ പേടിച്ച് ഈ പക്ഷിയുടെ പിന്നാലെ പോയെങ്കിലും അതിനെ കിട്ടിയില്ല. അവർ തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും ആ കുരങ്ങൻ ഇവർ വരച്ച ചിത്രം എടുത്തുകൊണ്ട് പോയി കളഞ്ഞിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ആകെ വിഷമത്തിലായി. രഹസ്യങ്ങളൊക്കെ പുറത്താകുമല്ലോ എന്ന് അവർ പേടിച്ചു. ഈ സമയത്ത് ഉദയന രാജാവും തൻ്റെ സുഹൃത്തും വിദൂഷകനുമായ വസന്തകനും തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു മരത്തിന് മുകളിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് കേട്ടു. ഇതൊരു ഭൂതമോ പ്രേതമോ ആണെന്ന് കരുതി വസന്തകൻ വല്ലാതെ പേടിച്ചു. അപ്പോൾ ഉദയന രാജാവ് പറഞ്ഞു,
ഈ പട്ടാപ്പകല് ഈ മരത്തിന് മുകളിൽ മറ്റെന്തുണ്ടാകാനാണ്? വാ നമുക്ക് നോക്കാം. ഇത് ഭൂതവും പ്രേതവും ഒന്നും ആകാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ പേടിച്ച് ഓടാൻ തുടങ്ങിയ വസന്തകനെ ബലമായി പിടിച്ചുകൊണ്ട് രാജാവ് മരത്തിന് ചുവട്ടിലെത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ അതിന് മുകളിലൊരു കിളി ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. കിളി എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരുടെ അതിനടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ നീ ആരുടെ ചിത്രമാണ് വരയ്ക്കുന്നത്? ഞാൻ മദനദേവൻ്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. ഓ, മദനദേവൻ്റെ ചിത്രമാണോ? പക്ഷേ മദനദേവൻ്റെ ചിത്രം രതിദേവി ഇല്ലാതെ എങ്ങനെ പൂർത്തിയാകാനാണ്? ഞാൻ രതിദേവിയുടെ ചിത്രം കൂടി ഇതിനോടൊപ്പം വരച്ച് ചേർക്കാം. ഇങ്ങനെയൊക്കെയാണ് കിളി പറയുന്നത്. ഏതോ സ്ത്രീകൾ ഒരു ചിത്രം വരച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഈ പക്ഷി പറയുന്നത് എന്ന് രാജാവിനും വിദൂഷകനും മനസ്സിലായി. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഈ കിളി പറന്ന് തോട്ടത്തിലേക്ക് പോയി. രാജാവും വിദൂഷകനും ഈ കിളിയുടെ പിന്നാലെ അങ്ങോട്ട് പോയി. ഈ പോകുന്ന വഴിക്ക് ഒരു ചിത്രം കിടക്കുന്നവർ കണ്ടു. അവർ ആ ചിത്രം എടുത്ത് നോക്കുമ്പോൾ അത് രാജാവിൻ്റെയും രാജാവിനൊപ്പം അതിസുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നതിൻ്റെയുമാണ്. വിദൂഷകൻ പറഞ്ഞു, നോക്കൂ, ഇത് അങ്ങയുടെ ചിത്രമാണ്. പക്ഷേ ഈ ചിത്രത്തിനൊപ്പം വാസവദത്ത രാജ്ഞി അല്ലല്ലോ, മറ്റാരോ ആണ്. ഈ ചിത്രങ്ങൾ വരച്ച ആൾ സംസാരിച്ചതായിരിക്കണം ഈ പക്ഷി നമ്മളോടിപ്പോൾ പറഞ്ഞത്. ഉദയന രാജാവിന് ആ ചിത്രത്തിൽ നിന്ന് കണ്ണെടുക്കാനേ പറ്റിയില്ല. അത്രയധികം സൗന്ദര്യം മറ്റൊരു സ്ത്രീയിലും അദ്ദേഹം ദർശിച്ചിരുന്നില്ല. രാജാവ് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് വിദൂഷകൻ അദ്ദേഹത്തിനെ പരിഹസിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കളിയാക്കിയിട്ടൊരു കാര്യവുമില്ല. നോക്കൂ, ലക്ഷ്മി ദേവിയേക്കാൾ സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയാണ് ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. ഇവളെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും അവിടെ ഓടിയെത്തിയിരുന്ന രത്നാവലി ഇത് കേൾക്കുകയും അവൾക്ക് വളരെയധികം സന്തോഷം തോന്നുകയും ചെയ്തു. എന്നാൽ അവൾ മരത്തിൽ മറിഞ്ഞു നിന്നതേ ഉള്ളൂ, രാജാവിൻ്റെ മുന്നിലേക്ക് എത്തിയില്ല. എന്നാൽ ഈ രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചിത്രം അവിടെ ഇരുന്നാൽ അപകടമാണെന്ന് കരുതിയ അവളുടെ തോഴിയായ സുസംഗത രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി അദ്ദേഹത്തെ സാഗരികയുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. താൻ ചിത്രത്തിൽ കണ്ട പെൺകുട്ടിയെ നേരിൽ കണ്ടപ്പോൾ രാജാവിന് വളരെയധികം സന്തോഷം തോന്നി. എന്നാൽ അപ്പോഴേക്കും രാജ്ഞിയായ വാസവദത്ത മറ്റെന്തോ ആവശ്യത്തിന് ആ വഴി വന്നു. വാസവദത്ത വരുന്നു എന്ന് അറിഞ്ഞ സാഗരികയും തോഴിയും അവിടെ നിന്ന് പെട്ടെന്ന് പോയി. ഈ ചിത്രം വിദൂഷകൻ്റെ കയ്യിലായിരുന്നു ഇരുന്നിരുന്നത്. അവർക്കത് ഒളിപ്പിക്കാൻ പറ്റുന്നതിന് മുമ്പേ വാസവദത്ത രാജ്ഞി അവിടെ എത്തി. അവർ വന്നത് അവരുടെ തോട്ടത്തിൽ ഒരു പുതിയ മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ടെന്നും അത് കാണാൻ രാജാവ് വരണമെന്നും പറയാനാണ്. രാജാവ് അവർക്കൊപ്പം ചെല്ലാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും വിദൂഷകൻ്റെ കയ്യിലിരുന്ന ചിത്രം വാസവദത്ത രാജ്ഞി കണ്ടു. അവരത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും നോക്കിയപ്പോൾ തൻ്റെ ഭർത്താവും സാഗരികയും കൂടെ നിൽക്കുന്ന ചിത്രമാണെന്ന് കാണുകയും ചെയ്തു. ഇതാരാണ് വരച്ചത് എന്ന് അവർ ദേഷ്യപ്പെട്ട് രാജാവിനോട് ചോദിച്ചു. അപ്പോൾ വിദൂഷകൻ പറഞ്ഞു, ഇത് രാജാവ് തന്നെ വരച്ച ചിത്രമാണ്. രാജ്ഞി ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പെൺകുട്ടി ആരാണ്? രാജാവ് പറഞ്ഞു, അത് ഞാൻ വെറുതെ വരച്ചതാണ്, എനിക്ക് അങ്ങനെ ഒരാളെ അറിഞ്ഞുകൂടാ. വാസവദത്ത ഒന്നും പറഞ്ഞില്ല. രാജാവിനോട് തനിക്ക് തലവേദനയാണ്, തനിക്കൊന്ന് വിശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അവിടം വിട്ടുപോയി. എന്നാൽ ഒരു തവണ സാഗരികയെ കണ്ട ഈ ഉദയന രാജാവിന് അവളെ വീണ്ടും വീണ്ടും കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ വിദൂഷകനും സുഹൃത്തുമായ വസന്തകനെ അദ്ദേഹം സുസംഗതയുടെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് സുസംഗതയോട് സാഗരിക മാധവി എന്ന പേരായ ഒരു തോട്ടമുണ്ട് കൊട്ടാരത്തിൽ, ആ തോട്ടത്തിലൊന്ന് എത്തണം എന്ന് പറഞ്ഞു. വരുമ്പോൾ മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് രാജ്ഞിയുടെ ഇതുപോലുള്ള വേഷം ധരിക്കണം എന്നും ഈ വസന്തകൻ സുസംഗതയോട് പറഞ്ഞു. അതായത് സാഗരിക രാജ്ഞിയുടെ വേഷവും സാഗരികയുടെ തോഴിയായ സുസംഗത രാജ്ഞിയുടെ തോഴിയായ കാഞ്ചനമാലയുടെ വേഷവും ധരിക്കണം. അങ്ങനെയാണ് തോട്ടത്തിലേക്ക് വരേണ്ടത്. പക്ഷേ ഈ വസന്തകനും സുസംഗതയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്ഞിയുടെ തോഴിയായ കാഞ്ചനമാല കേൾക്കുന്നുണ്ടായിരുന്നു. കാഞ്ചനമാല ഈ കാര്യങ്ങൾ ഉടൻ തന്നെ ചെന്ന് വാസവദത്ത രാജ്ഞിയോട് അറിയിച്ചു. വാസവദത്ത രാജ്ഞിയുടെയും കാഞ്ചനമാലയുടെയും വേഷത്തിൽ മാധവി എന്ന പൂന്തോട്ടത്തിലേക്ക് എത്താൻ രാജാവ് സാഗരികയോടും സുസംഗതയോടും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട രാജ്ഞിക്ക് വളരെയധികം ദുഃഖം തോന്നി. അങ്ങനെ കാഞ്ചനമാലയോടൊപ്പം രാജ്ഞി തോട്ടത്തിലേക്ക് പോയി. സാഗരികയും സുസംഗതയും എത്തുന്നതിന് മുമ്പ് തന്നെ രാജ്ഞി തൻ്റെ മുഖം മറച്ചുകൊണ്ട് കാഞ്ചനമാലയോടൊപ്പം തോട്ടത്തിലെത്തി. അപ്പോൾ തോട്ടത്തിൽ സാഗരികയെ കാത്തിരിക്കുന്ന തൻ്റെ ഭർത്താവിനെ അവർ കണ്ടു. ഇത് വന്നത് യഥാർത്ഥത്തിലുള്ള രാജ്ഞിയാണെന്ന് അറിയാതെ വസന്തകൻ ചെന്ന് ഇവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അയാൾ ചെന്ന്, സുസംഗതെ, നീ കാഞ്ചനമാലയുടെ വേഷവും സാഗരിക രാജ്ഞിയുടെ വേഷവും ധരിച്ചപ്പോൾ ശരിക്കും അവരെ പോലെ തന്നെ ഇരിക്കുന്നു. ദാ വരൂ, രാജാവ് നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രാജ്ഞിയെ കണ്ട ഉടൻ തന്നെ ഉദയന രാജാവ് എഴുന്നേറ്റ് എൻ്റെ പ്രിയപ്പെട്ട സാഗരികെ എന്ന് വിളിച്ചു.
ഉടൻ തന്നെ തൻ്റെ മുഖത്തെ മൂടുപടം മാറ്റി രാജ്ഞി രാജാവിനോട്, ഞാൻ സാഗരികയല്ല, വാസവദത്തെയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും ശരിയല്ല, നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് വാസവദത്ത എന്ന രാജ്ഞി ഉദയന രാജാവിനോട് വഴക്കിട്ടു. വളരെ ദുഃഖം തോന്നിയ രാജാവ് രാജ്ഞിയുടെ കാലിൽ വീഴുകയും തൻ്റെ തെറ്റിന് തന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്തെങ്കിലും രാജ്ഞി ഒട്ടും ക്ഷമിക്കാതെ അവിടം വിട്ടുപോയി. രാജാവിന് വലിയ ദുഃഖം തോന്നി. വാസവദത്തയ്ക്ക് തന്നോട് വളരെയധികം സ്നേഹമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. താൻ ഇങ്ങനെ ഒരു ചതി ചെയ്തത് കാരണം അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയുമോ എന്ന് പേടിച്ച രാജാവ് രാജ്ഞിയുടെ പിന്നാലെ പോയി. എന്നാൽ ഈ സമയത്ത് സാഗരിക രാജ്ഞിയുടെ വേഷത്തിൽ തോട്ടത്തിലേക്ക് വരികയായിരുന്നു. ഇങ്ങനെ വരേണ്ടി വന്നതിൽ അവൾക്ക് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. സിംഹള രാജ്യത്തെ രാജകുമാരിയായ രത്നാവലിക്ക് സാഗരിക എന്ന പേരിൽ ഒരു ജോലിക്കാരി ആകേണ്ടി വന്നതിനേക്കാൾ വലിയ ദുഃഖം അവൾക്ക് തോന്നിയത് അവൾക്ക് രാജ്ഞിയെ ചതിച്ച് രാജ്ഞിയുടെ വേഷത്തിൽ ഇങ്ങനെ തോട്ടത്തിൽ വരേണ്ടി വന്നതുകൊണ്ടാണ്. ഇത് ശരിയല്ല, താൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് വരുന്ന വഴിയിലൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. തന്നെ കണ്ടാൽ രാജാവ് തന്നെ വീണ്ടും സ്നേഹിക്കുമെന്നും അങ്ങനെ സ്നേഹിക്കുന്നത് തൻ്റെ സഹോദരിയായ വാസവദത്തയ്ക്ക് ഭീഷണിയായി വരുമെന്നും അവൾക്ക് പേടി തോന്നി. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച സാഗരിക രാജാവിനെ കാണാൻ കൂട്ടാക്കാതെ ഒരു വള്ളിച്ചെടിയുടെ അടുത്തേക്ക് പോവുകയും ആ വള്ളി കൊണ്ട് ഒരു കുടുക്കുണ്ടാക്കി തൻ്റെ കഴുത്തിലിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് തൻ്റെ ഭാര്യയായ വാസവദത്തയാണ് എന്നാണ് രാജാവ് കരുതിയത്. അദ്ദേഹം ഓടിച്ചെന്ന് അവിടുന്ന് അവളെ പിന്തിരിപ്പിക്കുകയും നോക്കിയപ്പോൾ ഇത് വാസവദത്ത അല്ല, സാഗരികയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ രാജാവിനോട് പിണങ്ങി കുറേ ദൂരം നടന്നു പോയ വാസവദത്തയ്ക്ക് പശ്ചാത്താപം തോന്നി. തൻ്റെ ഭർത്താവ് തൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചിട്ടും താൻ അദ്ദേഹത്തോട് ക്രൂരമായി ഇടപെട്ടല്ലോ, തിരിച്ചു ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കാം എന്ന് കരുതിയ വാസവദത്ത തിരിച്ച് തോട്ടത്തിലേക്ക് തന്നെ വന്നു. അവിടെ വന്നപ്പോൾ തൻ്റെ ഭർത്താവ് സാഗരികയോടൊപ്പം നിൽക്കുന്നത് വാസവദത്ത കണ്ടു. അവർ വീണ്ടും കോപാകുലയായി. ഞാൻ അങ്ങയോടുള്ള സ്നേഹത്താൽ തിരിച്ചു വന്നത് അബദ്ധമായി പോയല്ലോ എന്ന് അവർ പറഞ്ഞു. ആദ്യം തൻ്റെ ഭർത്താവ് തന്നെ ചതിച്ചതിൽ ദുഃഖം മാത്രമാണ് ഈ വാസവദത്തയ്ക്ക് തോന്നിയെങ്കിൽ ഇപ്പോൾ രണ്ടാമത് അദ്ദേഹത്തെ സാഗരികയോടൊപ്പം കണ്ടപ്പോൾ അവർക്ക് വളരെയധികം കോപം തോന്നി. രാജാവ് പറഞ്ഞതൊന്നും അവർ കേൾക്കാൻ തയ്യാറായില്ല. ഉടൻ തന്നെ അവിടെ കിടന്നിരുന്ന കുറേ വള്ളികളെടുത്ത് വസന്തകനെയും സാഗരികയെയും ബന്ധനസ്ഥരാക്കാൻ രാജ്ഞി ആജ്ഞാപിച്ചു. അങ്ങനെ ഉടൻ തന്നെ സാഗരികയെയും വസന്തകനെയും ഭടന്മാർ വന്ന് ബന്ധിക്കുകയും അവരെ ജയിലിലാക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം ദയവ് തോന്നിയ രാജ്ഞി വസന്തകനെ പുറത്തുവിടാൻ സമ്മതിച്ചു. എന്നാൽ യാതൊരു കാരണവശാലും സാഗരികയെ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ അവർ സമ്മതിച്ചില്ല. ഈ സമയത്ത് സുസംഗത എന്ന തോഴി സാഗരികയെ കാണാൻ ജയിലിൽ ചെന്നിരുന്നു. കൈയും കാലും ബന്ധിച്ച് സാഗരികയെ ആ സമയത്ത് ജയിലിലിട്ടിരിക്കുകയായിരുന്നു. സാഗരിക തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മാല സുസംഗതയ്ക്ക് കൊടുത്തിട്ട് അത് വസന്തകന് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. താൻ കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ നേരിട്ട ആളാണ് വസന്തകൻ. ഒരു കാരണവുമില്ലാതെ തടവറയിൽ കിടക്കേണ്ടി വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിനും കഷ്ടപ്പാടിനും പ്രതിഫലമായിട്ട് ഈ മാല അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് സാഗരിക പറഞ്ഞത്. അങ്ങനെ സുസംഗത ഈ മാല കൊണ്ടുവന്ന് വസന്തകന് കൊടുത്തു. വസന്തകനാണെങ്കിൽ ഈ മാല കൊണ്ടുപോയി ഉദയന രാജാവിനെ കാണിച്ചു. തടവറയിൽ കിടക്കുമ്പോൾ പോലും എത്ര കുലീനമായ പെരുമാറ്റമാണ് ഈ സാഗരികയുടേത് എന്ന് വസന്തകൻ പറഞ്ഞു. അവിടെ കിടന്നിട്ടും അവൾ തനിക്കൊരു മാല കൊടുത്തു വിട്ടിരിക്കുന്നു. ആ മാല കണ്ടപ്പോൾ വീണ്ടും ഉദയനന് സാഗരികയെ ഓർമ്മ വന്നു. അദ്ദേഹത്തിന് വളരെയധികം ദുഃഖം തോന്നി. ഈ സമയത്ത് ഉജ്ജയിനിയിൽ നിന്ന് ഒരു മായാജാലക്കാരൻ കൊട്ടാരത്തിലെത്തുകയും ഉദയന രാജാവിൻ്റെയും വാസവദത്ത രാജ്ഞിയുടെയും മുന്നിൽ വെച്ച് കുറേ മായാജാല പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്തു. ഈ മായാജാല പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് സിംഹള രാജാവിൻ്റെ മന്ത്രി രാജാവിനെ മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നുവെന്ന് ഒരു ദൂതൻ വന്ന് പറഞ്ഞത്. തൻ്റെ അമ്മാവനൊരു ദൂതനെ അയച്ചിരിക്കുന്നുവെന്ന് കേട്ട വാസവദത്ത സന്തോഷത്തോടെ അദ്ദേഹത്തെ കാണാൻ എഴുന്നേറ്റ് ചെന്നു. രാജാവും പിന്നാലെ ചെന്നു. അപ്പോൾ ഈ മായാജാല പ്രകടനങ്ങൾ അവസാനിച്ചിരുന്നില്ല. വന്ന മന്ത്രിയുടെ പേര് വാസുഭൂതി എന്നായിരുന്നു. വസുഭൂതി ഉദയനരാജാവിനെ കണ്ടപ്പോൾ വളരെ ദുഃഖത്തോടെ അദ്ദേഹത്തിന് ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് സിംഹള രാജ്യത്തു നിന്നും അയച്ചിരുന്ന രത്നാവലി കപ്പൽ മുങ്ങി മരിച്ചുപോയ വിവരം അറിയിക്കാനാണ് താൻ വന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഇങ്ങനൊരു വിവാഹാലോചനയെപ്പറ്റി ഉദയന രാജാവോ വാസവദത്തയോ ആ നേരം വരെ അറിഞ്ഞിരുന്നില്ല. ഇത് കേട്ട് അവർ രണ്ടുപേരും സ്തബ്ധരായിപ്പോയി. ഇതെന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊട്ടാരത്തിന് തീ പിടിച്ചു എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ അങ്ങോട്ട് ഓടിപ്പോകുന്നത് കണ്ടു. കൊട്ടാരത്തിൽ തടവറകളൊക്കെ ഉള്ള ഭാഗത്തായിരുന്നു ഈ തീപിടുത്തമുണ്ടായത്. അപ്പോൾ ഈ തീപിടുത്തമുള്ള ഭാഗത്ത് സാഗരിക കിടപ്പുണ്ട് എന്ന് രാജ്ഞി അപ്പോൾ ഓർത്തു. അവളെ അന്നേരത്തെ ഒരു ദേഷ്യത്തിന് കയ്യും കാലും കെട്ടിയിടാൻ പറഞ്ഞെങ്കിലും
തീയിൽ വെന്ത് അവൾ മരിച്ചു പോകണമെന്നൊന്നും രാജ്ഞിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വാസവദത്ത, അയ്യോ അവിടെയാണ് സാഗരിക, അവളുടെ കൈയും കാലും ഞാൻ കെട്ടിയിട്ടിരിക്കുകയാണ്, അവൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടെ രാജാവ് അങ്ങോട്ട് ഓടി കൈയും കാലും കെട്ടി അവിടെ ഇട്ടിരുന്ന സാഗരികയെ തീയിൽ നിന്ന് അദ്ദേഹം രക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം നോക്കുമ്പോൾ ചുറ്റുപാടും പടർന്നു പിടിച്ചിരുന്ന തീ തന്നെ പൊള്ളിക്കുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് നേരത്തെ വന്ന മായാജാലക്കാരൻ്റെ ഒരു മായാജാല വിദ്യയായിരുന്നു ആ തീപിടുത്തം. യഥാർത്ഥത്തിൽ തീപിടുത്തം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കയ്യും കാലും കെട്ടിയിട്ടിരുന്ന സാഗരികയെ അദ്ദേഹം തൻ്റെ സഭാമുറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വസുഭൂതി എന്ന മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. സാഗരിക എന്ന പേരിൽ ഈ പെൺകുട്ടി അങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് അത് തൻ്റെ രാജകുമാരിയായ രത്നാവലിയാണ് എന്ന് വസുഭൂതിക്ക് മനസ്സിലായത്. രത്നാവലി രാജകുമാരി നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവളുടെ കാൽക്കൽ വീണു. അപ്പോഴാണ് വാസവദത്തയും അറിയുന്നത് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ അടുത്ത് വന്നത് തൻ്റെ സഹോദരിയായിരുന്ന രത്നാവലിയാണെന്ന്. വാസവദത്തയ്ക്ക് വളരെയധികം ദുഃഖം തോന്നി. താൻ എത്രയധികം കഷ്ടപ്പെടുത്തി തൻ്റെ സഹോദരിയെ. അപ്പോൾ അവിടെ എത്തിയ യൗഗന്ധരായനൻ താനാണ് ഇത്തരത്തിലൊരു വിവാഹാലോചനയുമായിട്ട് സിംഹള രാജ്യത്തേക്ക് പോയെന്ന് അറിയിച്ചു. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. രത്നാവലിയെ വിവാഹം കഴിക്കുന്ന ആൾ ഭൂലോക ചക്രവർത്തിയായിത്തീരും എന്ന ഒരു ജ്യോത്സ്യൻ്റെ പ്രവചനമുണ്ടായിരുന്നു. അങ്ങനെ രാജാവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വിവാഹം അദ്ദേഹം തീരുമാനിച്ചത്. രത്നാവലിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് കൗസുംബിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് രാജാവിനോട് ഇക്കാര്യം പറയാം എന്നാണ് യൗഗന്ധരായനൻ കരുതിയത്. ഭൂലോക സുന്ദരിയായ അവളെ വേണ്ടെന്ന് വെക്കാൻ ഒരാൾക്കും പറ്റുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മാത്രമല്ല തൻ്റെ സഹോദരിയെ തള്ളിക്കളയാൻ വാസവദത്തയ്ക്കും പറ്റുകയില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു. രാജ്ഞിയായ വാസവദത്ത തന്നെ മുൻകൈയെടുത്ത് രത്നാവലിയെ ഉദയന രാജാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. തൻ്റെ സഹോദരിയോടൊപ്പം സപത്നിയായി കഴിയാൻ തനിക്ക് ഒരു വിരോധവുമില്ല എന്ന് വാസവദത്ത പറഞ്ഞു. അങ്ങനെ തൻ്റെ 2 പത്നിമാരോടൊപ്പം രാജാവ് വളരെ സന്തോഷത്തോടെ കൗസുംബി ഭരിച്ചു. ഇതാണ് രത്നാവലിയുടെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.